പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അങ്ങയുടെ തിരുമുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനത്തിൻ്റെ ശക്തി, വചനത്തിലൂടെ നൽകുന്ന ബോധ്യം, വചനത്തിലൂടെ നൽകുന്ന ദൈവിക ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച് കൂടുതൽ നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തികളായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാനും, അങ്ങനെ ഞങ്ങളെ സമീപിക്കുന്നവർ, ഞങ്ങളുമായിട്ട് ഇടപെടുന്നവർ, ഞങ്ങളോട് സംസാരിക്കുന്നവർ, അവർക്കെല്ലാം ഈശോയുടെ സ്നേഹവും കരുണയും അനുകമ്പയും വാത്സല്യവും എല്ലാം ലഭിക്കാൻ തക്ക വിധത്തിൽ ദൈവിക സ്വഭാവ ഗുണമുള്ള വ്യക്തിയാക്കി ഞങ്ങളെ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തണമേ. അതിനാവശ്യമായ വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ നിറവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കണം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് നല്ല സ്വഭാവ ഗുണമുണ്ടാകണം. നമ്മളൊക്കെ മറ്റുള്ളവർ നമ്മളെ ആകർഷിക്കുന്നതും നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നതും നല്ല സ്വഭാവ ഗുണമാണ്. സ്വഭാവ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് ചില വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും എപ്പം അവരെ കണ്ടാലും അവരെ പെട്ടെന്ന് തിരിച്ചറിയും. അതുപോലെ നമ്മൾ ചില വ്യക്തികളെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഓർത്തിരിക്കും. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നല്ല സ്വഭാവ ഗുണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പറയുന്നത്, നമുക്കൊക്കെ നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തിയായി മാറണമെങ്കിൽ നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാകണം. ആരോഗ്യമുള്ള മനസ്സായിത്തീരണമെങ്കിൽ ഒരു വ്യക്തി സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക്, ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന് കിട്ടേണ്ട രീതിയിൽ കിട്ടി വളരുന്ന മനസ്സ്, ഇതാണ് ആരോഗ്യമുള്ള മനസ്സ്. മനുഷ്യ വ്യക്തികളിൽ നിന്ന് സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക്, അത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നിമിഷം, വളർന്ന കാലഘട്ടം, ജനിച്ച കാലഘട്ടം, പഠിച്ച കാലഘട്ടം, ജോലി ചെയ്ത കാലഘട്ടം, ഈ കാലഘട്ടത്തിലൊന്നും ഒരു മനുഷ്യ വ്യക്തിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ അധികാരികൾ, ഇവർക്ക് ആർക്കും നമ്മുടെ മനസ്സിനെ ആരോഗ്യമുള്ള വിധത്തിൽ, ആരോഗ്യം നിറയ്ക്കുന്ന വിധത്തിൽ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ നല്ല വാക്കുകൾ പറയാനോ സാധിക്കില്ല. അപ്പോൾ സാധിക്കാത്ത നമുക്ക് എങ്ങനെ മനസ്സിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിൽ നിലനിൽക്കാൻ പറ്റും? അങ്ങനെ മനസ്സിൻ്റെ ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ നിലനിർത്തി വളർത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന, എപ്പോഴും സഹായിക്കുന്ന 3 വചനങ്ങൾ, 3 സംഭവങ്ങൾ. നിങ്ങൾക്കെന്നും നല്ല സ്വഭാവ ഗുണത്തിലേക്ക് വരാൻ പറ്റും. നല്ല സ്വഭാവ ഗുണത്തിലേക്ക് വരണമെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം എന്നും നിലനിർത്തുന്ന വ്യക്തിയായിരിക്കണം. നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ അറിയാം. ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ രോഗമില്ലാതെ കൂടുതൽ നാളുകൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യമാണ് ജോലി ചെയ്യുന്നതിനും നടക്കുന്നതിനും ഓടുന്നതിനും പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം സഹായിക്കുന്നത്. ഇതുപോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യമാണ് സ്വഭാവ ഗുണത്തിൽ നിറഞ്ഞ് നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പം നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയായി മാറാൻ നമ്മളെ സഹായിക്കുന്ന 3 വചനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വചനം മുഴുവൻ, ആ വചനം ഓരോന്നും നമ്മുടെ സൗഖ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ്. അതിൽ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 1-ാമത്തെ വചനം, അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനമാണ്. ചരിത്രപ്രസിദ്ധമായ വചനമാണ്. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കിയല്ല. എന്താണ് കർത്താവ് മറക്കിയല്ല എന്ന് പറഞ്ഞത്? നമുക്കറിയാം, മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയാൻ കിട്ടുന്നില്ല, മറന്നു.
ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല, മറന്നു. പ്രവർത്തിക്കേണ്ട കാര്യം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ പറ്റിയില്ല, മറന്നു. ഇവിടെ കർത്താവ് പറയാ, ഞാൻ മറക്കേല. എന്ത് തരാനാണ് മറക്കേലാത്തത്? മനുഷ്യ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സ്നേഹം തരാൻ മറക്കേല. അപ്പൻ, അമ്മ, സഹോദരൻ, ജീവിത പങ്കാൾ മറന്നു, പക്ഷെ ഞാൻ മറക്കേല സ്നേഹം തരാൻ. 2, അംഗീകാരം തരാൻ ഞാൻ മറക്കേല. പ്രോത്സാഹനം തരാൻ ഞാൻ മറക്കേല. അഭിനന്ദനം തരാൻ ഞാൻ മറക്കേല. നിനക്ക് നല്ല വാക്ക് പറയാൻ ഞാൻ മറക്കേല. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും, നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്താൽ എന്നെ മറ്റുള്ളവർ അഭിനന്ദിക്കണം, ഞാൻ നല്ലൊരു വിജയം എനിക്ക് കിട്ടി, എൻ്റെ അപ്പൻ, അമ്മ, അല്ലെ എനിക്ക് ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, സഹോദരങ്ങൾ, കൂടെയുള്ളവർ അഭിനന്ദിക്കണം, പ്രോത്സാഹിപ്പിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചിലപ്പോൾ മനുഷ്യന് അത് കിട്ടിയല്ല. എന്നാൽ ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് മനുഷ്യരായ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ തിരിച്ചറിയേണ്ടത്? മനുഷ്യരങ്ങനെയാ. എന്നാൽ ആ മനുഷ്യർ തരാത്തത് ദൈവം തരാൻ മറക്കിയല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യ മനസ്സിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക് മനുഷ്യർ മറന്നാലും ദൈവം മറക്കിയല്ല. ആ മറക്കാത്ത ദൈവം അതെപ്പോഴും നമുക്ക് തരും എന്ന ഉറപ്പാണ് അടുത്ത വചനത്തിൽ പറയുന്നത്. നിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളം കയ്യിൽ സ്വീകരിച്ചിരിക്കുന്നു, നീ എൻ്റെ ഉള്ളം കയ്യിലുണ്ട്. കർത്താവിൻ്റെ വചനം ഈ ഉള്ളം കൈയുടെ പ്രത്യേകത പറയുക, അത് 22-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, സങ്കീർത്തനം 22:10. ദൈവത്തിൻ്റെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. ഞാൻ പിറന്നു വീണത് ദൈവത്തിൻ്റെ കയ്യിലേക്കാണ്. അപ്പം ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീണത്, ദൈവത്തിൻ്റെ കയ്യിലേക്കാണ്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ മുഖമാണ്. അപ്പം എന്തു ചെയ്തു? ഈ ദൈവത്തിൻ്റെ മുഖം എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പിറന്നു വീണ നിമിഷം മുതൽ ഇങ്ങനെ വ്യത്യസ്തമായ വർഷങ്ങളിലൂടെ, കാലഘട്ടത്തിലൂടെ ഞാനിങ്ങനെ വളർന്നപ്പോൾ അപ്പോഴെല്ലാം ഞാൻ ദൈവത്തിൻ്റെ കൈകളിലാണ്. ആ ദൈവത്തിൻ്റെ കൈ എന്താണ് അതിൻ്റെ പ്രത്യേകത? മനുഷ്യ ശരീരത്തിലെ മറ്റേത് അവയവത്തെക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖത്തോട് അടുപ്പിക്കാവുന്നത് നമ്മുടെ ഉള്ളം കൈയാണ്. അപ്പം നീ എൻ്റെ കയ്യിലാണ് പിറന്നു വീണത്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ സ്വീകരിച്ചിരിക്കുന്നു. അർത്ഥം, നിന്നെ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, നിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നീ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് നിറച്ച് നയിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ വചനം എപ്പോഴും എൻ്റെ ഉള്ളിൽ വേണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പം മറന്നാലും അമ്മ മറന്നാലും ദൈവം മറക്കേല. കാരണം ഞാൻ ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് പിറന്നു വീണത്, ആ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് ഞാനുള്ളത്, എൻ്റെ പേരെൻ്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, മനുഷ്യർ തരാത്ത മുഴുവൻ തരും. ഈ വചനത്തിൻ്റെ ഉറപ്പാണ് എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തെ എന്ന് നിലനിർത്താനായിട്ട് എന്നെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വചനം അത് സങ്കീർത്തനം 27:10. സങ്കീർത്തനം 27:10. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഞാൻ ഉപേക്ഷിക്കില്ല. അതായത് ഈ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം തരാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. അപ്പൻ, അമ്മ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ, അത് ഒരു പ്രതീകമാണ്, പ്രതിനിധി. എന്നു പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏതെല്ലാം മനുഷ്യ വ്യക്തികളിൽ നിന്ന്, മനുഷ്യ പുരുഷനിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് ഏതെല്ലാം വിധത്തിലുള്ള സ്നേഹം, അംഗീകാരം ആഗ്രഹിച്ചോ, തരാതെ അവർ നിന്നെ തള്ളിക്കളഞ്ഞു. ഓരോ തള്ളിക്കളയിലും നീ അനാഥത്വത്തിലേക്ക്, ഇല്ലായ്മയിലേക്ക്, ദാരിദ്ര്യത്തിലേക്കല്ല. കർത്താവ് പറയും, എൻ്റെ കൈകളിലേക്കാണ്. അവരെപ്പോഴെല്ലാം തരാതെ തള്ളിക്കളയുന്നോ അപ്പോഴെല്ലാം നീ എൻ്റെ കയ്യിലാണ്. തരാതെ തള്ളിക്കളയുന്ന ഓരോ സന്ദർഭവും നിന്നെ മനസ്സ് മുറിവേൽക്കാനല്ല, മറിച്ച് നിനക്ക് മനസ്സിന് ആരോഗ്യം തരാൻ വേണ്ടിയിട്ടാണ്. ഈ ആരോഗ്യം ആര് തരും? ദൈവത്തിന് തരാൻ പറ്റുള്ളൂ. ദൈവം എങ്ങനെ തരും? മനസ്സിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ഞാൻ ആരെന്നെല്ലാം ആഗ്രഹിച്ചിട്ട് ഇത് കിട്ടാതെ പോകുന്നോ, ലഭിക്കാതെ പോകുന്നോ, അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് മുറിവേൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവം എനിക്കത് തന്നിട്ട് എന്നെ കൂടുതൽ ആരോഗ്യത്തിലേക്ക് നയിക്കും. ഇനി മൂന്നാമത്തെ വചനം, ഞാൻ പറഞ്ഞ ആദ്യത്തെ 2, ദൈവം ഒരിക്കലും മറക്കേല, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കേല,
എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മാത്രമല്ല, എന്തുകൊണ്ടാണ് ദൈവം എന്നെ മറക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഉപേക്ഷിക്കാത്തത്? അതിൻ്റെ കാരണമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 4 തിരുവചനം. അതിൻ്റെ കാരണം, നീ എനിക്ക് വിലപ്പെട്ടവനായതുകൊണ്ട്. 2, നീ എനിക്ക് ബഹുമാന്യനായതുകൊണ്ട്. 3, നീ എനിക്ക് പ്രിയങ്കരനായതുകൊണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് ആരെല്ലാം നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും, ആരെല്ലാം നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കും, ആരെല്ലാം നിന്നെ അഭിനന്ദിച്ചില്ലെങ്കിൽ ഞാൻ അഭിനന്ദിക്കും, ആരെല്ലാം നിന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കും. എന്തെന്നാൽ നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, രോഗത്തെ ആനന്ദത്തോടെ ഉൾക്കൊള്ളാൻ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നൊമ്പരങ്ങളെല്ലാം സഹിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് കർത്താവ് തരുന്ന ഈ ബോധ്യമാണ്. അതായത്, ഞാൻ എൻ്റെ കർത്താവിന് ഏറ്റവും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ദൈവത്തെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും പാപത്തിൻ്റെ വഴിയിലൂടെ പോയല്ല, തിന്മയുടെ വഴിയിലൂടെ പോയല്ല. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ചില നിരാശകൾ, നമ്മളെ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ നിരാശയിലേക്കോ ആത്മഹത്യ ചിന്തയിലേക്കോ എപ്പോഴെങ്കിലും തള്ളിവിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് പറഞ്ഞ ഈ ഉറപ്പ് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. കർത്താവ് തരുന്ന ഉറപ്പ് സ്വീകരിച്ച് അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയല്ല, നിരാശപ്പെടാൻ പറ്റിയല്ല, ആത്മഹത്യനെക്കുറിച്ച് ഒരു കാലത്ത് ചിന്തിക്കാൻ പറ്റിയല്ല. എന്താ, ഞാൻ അത്ര വിലയുള്ള വ്യക്തിയാണ്. മനുഷ്യരെന്നോട് പറയും നിന്നെ എന്തിനു കൊള്ളാം, താഴ്ത്തിക്കെട്ടും, കുറ്റപ്പെടുത്തും, ചിലപ്പോൾ നമ്മളെ പല രീതിയിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വരും. പക്ഷേ ഇങ്ങനെ തള്ളിക്കളയുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും എല്ലാം നിൻ്റെ ഉള്ളിൽ കർത്താവ് തരുന്നൊരു ബോധ്യമുണ്ട്. മോനെ, മോളെ, നീ എനിക്ക് വിലപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആരെല്ലാം നിൻ്റെ വില കളയാൻ നോക്കിയാലും എൻ്റെ മുമ്പിൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന വില ഒരു വ്യക്തിക്കും കുറയ്ക്കാൻ പറ്റിയല്ല. അപ്പം ഞാൻ എൻ്റെ കർത്താവിന് ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞത് 3 വചനങ്ങൾ, അടുത്തത് 3 സംഭവങ്ങൾ. ഇതാണ് ആരോഗ്യത്തോട്, മനസ്സിൻ്റെ ആരോഗ്യത്തോട് ജീവിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ 3 സംഭവങ്ങളിലെ ഒന്നാമത്തെ സംഭവം അതാണ് മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 23 മുതലുള്ള തിരുവചനം. അവിടെ നമ്മൾ കാണുന്നു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് നന്നായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അക്കരയ്ക്ക് പോകും. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാർ നല്ല ശതമാനം മുക്കുവന്മാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, യേശു ഇടയ്ക്കൊക്കെ ഇവരെയും കൊണ്ട് ഇങ്ങനെ അക്കരയ്ക്ക് പോകും. അപ്പോൾ ഇപ്രാവശ്യം യേശു അക്കരയ്ക്ക് പോകാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, വള്ളമൊക്കെ റെഡിയാണ്, എല്ലാവരും വള്ളത്തിൽ കയറി. വെള്ളത്തിലൂടെ യാത്ര അല്പം ഒന്ന് മുമ്പോട്ട് പോയപ്പം യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. നമ്മൾ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ ഒരു സ്ഥലത്ത് മാത്രമേ യേശു ഉറങ്ങി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇതെന്താ യേശു ഉറങ്ങി എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ കാരണം? നമ്മുടെയൊക്കെ ജീവിതം. ഇപ്പം ഞാനും നിങ്ങളും എപ്പോൾ ബൈബിൾ വായിക്കുന്നോ, ബൈബിളിലെ വചനം കേൾക്കുന്നോ, അപ്പോഴെല്ലാം നമുക്കൊരു തിരിച്ചറിവുണ്ടാണ്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും വായിക്കുന്ന ഞാനുണ്ട്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും വായിക്കുന്ന ഞാനുണ്ടെങ്കിൽ എന്നോടാ പറയണത്. അപ്പോൾ ഇന്ന് ആ സംഭവം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, അപ്പോൾ ഞാൻ ചെയ്യുന്ന യാത്രയിൽ ഈശോ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈശോ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈശോ എൻ്റെ കൂടെ ഉണ്ട്. ഇതാ ശിഷ്യന്മാരുടെ കൂടെ ഈശോ വള്ളത്തിൽ കയറി മുമ്പോട്ട് പോകുമ്പോൾ യേശു ഉറങ്ങി. ഇവിടെ മാത്രമേ ഉറങ്ങി എന്ന് രേഖപ്പെടുത്തുള്ളൂ. എന്താ ഉറങ്ങി എന്നുള്ളത് ഒരടയാളമാണ്. എന്തിൻ്റെ അടയാളം? ചിലപ്പോൾ നമ്മൾ ഈശോയോട് ചില കാര്യത്തിൽ എന്തോരം പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായ ഒരു കാര്യത്തിന് മറുപടിയില്ല. ഞാൻ ഇങ്ങനെ ചില ദുഃഖത്തിലൂടെ, രോഗത്തിലൂടെ, തകർച്ചയിലൂടെ, പരാജയപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മനസ്സിലാക്കണം, അത് എൻ്റെ ജീവിതത്തിൽ ഈശോ ഉറങ്ങുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, എനിക്ക് നല്ല ബോധ്യം കിട്ടാൻ. ഇതുകൊണ്ടോ ഇവിടെ യേശു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെന്താ ചെയ്യുന്നറിയാമോ? ശിഷ്യന്മാർ യേശു കേൾക്കാതെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കാൻ തുടങ്ങി. അതേതാ? ലോകത്തിൻ്റെ സന്തോഷം. നമ്മളൊക്കെ ചിലപ്പോൾ യേശു ഉറങ്ങുന്ന അവസ്ഥ വരുന്നപ്പോഴെന്നറിയോ? യേശുവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ
യേശു തരാത്ത സന്തോഷം, യേശു അനുവദിക്കാത്ത സന്തോഷം, യേശു ആശീർവദിക്കാത്ത ബന്ധങ്ങൾ. അപ്പോൾ യേശു തരാത്ത, യേശു അനുവദിക്കാത്ത ഏതെങ്കിലും വിധത്തിലുള്ള സുഖമോ സന്തോഷമോ ബന്ധങ്ങളോ വഴികളോ പോയാൽ അവിടെ എല്ലാം ഈശോ ഉറങ്ങുകയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ശിഷ്യന്മാർ പിന്നെ കാണുന്നത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, ഇളകി വരുന്ന തിരമാല. യേശു അപ്പോഴും ഉറങ്ങി തന്നെയാണ്. ജീവിതത്തിലെ വ്യത്യസ്തമായ സഹനങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ യേശു സുഖമായിട്ട് കിടന്നുറങ്ങുക. ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ യേശുവിനെ വിളിച്ചുണർത്തിയപ്പോൾ യേശു പറഞ്ഞത് എന്താ? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു? എന്താ കാരണം? ഈ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും ഇളകി വരുന്ന തിരമാലയും ഞാൻ സൃഷ്ടിച്ചതല്ലേ? ഞാൻ അവിടെയല്ലേ കടന്നുറങ്ങുന്നത്? നിങ്ങൾ എന്നോടൊപ്പം ആയിരുന്നെങ്കിൽ നിങ്ങളെ പ്രകൃതിയുടെ ശക്തിക്കോ കൊടുങ്കാറ്റിനോ തിരമാലയ്ക്കോ ഒന്നിനും പേടിപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ലോകത്തിലുള്ള ഏതെല്ലാം ശക്തികൾ, വ്യക്തികൾ, കാരണങ്ങൾ, സംഭവങ്ങൾ നമുക്കെതിരെ വന്നാലും ചിലപ്പോഴൊക്കെ അവിടെ യേശു ഉറങ്ങുന്നു എന്ന് തോന്നിയാൽ, എന്തിനാണ് അവിടുന്ന് ഉറങ്ങുന്നത്? നിന്റെ വിശ്വാസം ആഴപ്പെടാൻ, ശക്തിപ്പെടാൻ എന്ന് പറഞ്ഞാൽ, കൊടുങ്കാറ്റ് പോലെ, തിരമാല പോലെ ആഞ്ഞടിക്കുന്ന ഏതെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം തകർച്ചകൾ, നഷ്ടങ്ങൾ രോഗത്തിൽ വന്നാലും ജീവിതത്തിൽ വന്നാലും അവിടെ ഒന്നും ഞാൻ പരാജയപ്പെടുകയില്ല, അവിടെ ഒന്നും ഞാൻ പേടിക്കുകയില്ല, ഭയപ്പെടുകയില്ല, ഇതിനൊന്നും എന്നെ തൊടാൻ പറ്റിയല്ല. കാരണം എന്നെ കർത്താവ്, ഇതിനെല്ലാം അതിജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് എൻ്റെ മനസ്സിൽ ഭയം തോന്നാതെ, നിരാശ തോന്നാതെ, ദുഃഖം തോന്നാതെ, അസ്വസ്ഥത തോന്നാതെ ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നത്. എപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടെന്നും അവൻ ഈ ലോകത്തിലെ ഏതൊരു ശക്തിക്കും മുകളിലാണെന്നും ആ ശക്തിയാണ് എന്നെ സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ഈ ബോധ്യത്തിലേക്ക് വന്നാൽ ഒന്നിനും നമ്മളെ തൊടാനായിട്ട് സാധിക്കില്ല. എന്താ കാരണം? ഈ ഭൂമിയിലുള്ള സകലതും മനുഷ്യൻ്റെ കാഴ്ചവട്ടിലായിരിക്കാൻ വേണ്ടിയാണ് ദൈവം അതിനെല്ലാം സൃഷ്ടിച്ച് മനുഷ്യന് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തിയുടെ മേൽ അധികാരം ദൈവത്തിനാണ്. സകല ജീവികളുടെ മേൽ അധികാരം അത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ജീവികൾക്കോ കാലാവസ്ഥയ്ക്കോ ഒന്നിനും മനുഷ്യനെ പേടിപ്പിക്കാൻ പറ്റിയില്ല. അത്തരത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടായാലും എൻ്റെ ഉള്ളിലൊരു ബോധ്യം വേണം, എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അധികാരം അതിൻ്റെയും മുകളിലാണ്. അപ്പോൾ ആ ദൈവമാണ് എന്നെ നയിക്കുന്നത്, ഭരിക്കുന്നത്, വഴി നടത്തുന്നത്. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. ഇതാ രണ്ടാമത്തെ സംഭവം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെ വചന. അതും ഒരു വെള്ളത്തിൽ, കടലിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോവുകയാണ്. പക്ഷേ ഈശോ കൂടെ ഇല്ല. എന്ത് ചെയ്തു? യേശു ഈ ശിഷ്യന്മാർ വെള്ളത്തിൻ്റെ മധ്യഭാഗത്തെത്തിയെന്ന് അറിഞ്ഞപ്പോൾ യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. അന്ന് വരെ ശിഷ്യന്മാർ കാണാത്ത കാഴ്ചയാണ് അവർ കാണുന്നത്. അപ്പോൾ അന്ന് വരെ അവർ കരുതിയിരുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് ഭൂതമാണ്, മനുഷ്യരായിരിക്കല, മനുഷ്യർക്ക് വരാൻ പറ്റിയല്ല. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന യേശു ഭൂതമാണെന്ന് ശിഷ്യന്മാർ വിചാരിച്ചു. ഉടനെ ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അപ്പോൾ വളരെ കൗതുകമുള്ളൊരു കാഴ്ച എന്താണെന്നറിയോ? വെള്ളത്തിൻ്റെ മുകളിലൂടെ തങ്ങളുടെ ഗുരു നടന്നു വരുന്നു. ശിഷ്യന്മാർക്കെല്ലാം അത്ഭുതമായി, സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നത്, ഗുരു, അങ്ങാണെങ്കിൽ
എന്നോടും കൂടെ ഒന്ന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാനായിട്ടൊന്ന് കൽപ്പിക്കുക. ഇതുവരെ ആരിങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്ന്, ഞാൻ നിൻ്റെ ശിഷ്യനല്ലേ. എടാ പത്രോസേ, എല്ലാവരും ഇല്ലടാ, നീ മാത്രം നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിന്നോട് അസൂയ തോന്നിയല്ലേ? ഇല്ല, ഇതൊന്നും ഈശോ ചോദിച്ചില്ല. കർത്താവ് അങ്ങാണെങ്കിൽ എന്നോടൊന്ന് കൽപ്പിക്കൂ. ഉടനെ ഈശോ പറഞ്ഞു, പത്രോസ് വരൂ. പറഞ്ഞതാരാ? ഈശോ. പറഞ്ഞ യേശുവിലേക്ക് നോക്കി വെള്ളത്തിൻ്റെ മുകളിലൂടെ പത്രോസ് ഇങ്ങനെ നടക്കുക. താണില്ല. പക്ഷേ പത്രോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വാർത്ഥ ചിന്ത വന്നു. എന്താ സ്വാർത്ഥ ചിന്ത എന്നറിയാവോ? ഇന്ന് വരെ ആരും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ കാണുന്നുണ്ടോ? കൂടെയുള്ള ആൾക്കാർ കണ്ടില്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നെന്നുള്ളത് എന്താ കാര്യം? അവരാരും വിശ്വസിച്ചില്ലെങ്കിലോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തറിയോ? പറഞ്ഞ യേശുവിലേക്ക് നോക്കി പത്രോസ് നടന്നപ്പോൾ താണില്ല. അവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ അങ്ങ് പോവാണ്. പക്ഷെ പത്രോസിൻ്റെ നോട്ടം തെറ്റി. നോട്ടം എങ്ങോട്ടായി? ലോകത്തിലേക്കായി, മനുഷ്യരിലേക്കായി. അവൻ മനുഷ്യരിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പം പത്രോസ് വെള്ളത്തിൽ താഴാൻ തുടങ്ങി. പിന്നെ അവൻ്റെ നോട്ടം വെള്ളത്തിലേക്കാണ്. എന്തോരം താഴ്ന്നു. ഇതാ ഇപ്പോൾ ഏതാണ്ട് കഴുത്തൊപ്പം താണു. പത്രോസിന് മനസ്സിലായി, ഇനി അല്പം കൂടി താണു കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാൻ പറ്റിയല്ല. അതുകൊണ്ട് ഉടനെ പത്രോസ് കൈ നീട്ടിയിട്ട് ഈശോയോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ. ഉടനെ തന്നെ യേശു കൈ പിടിച്ച് രക്ഷിച്ചു. ചോദ്യമുണ്ട്. അല്പവിശ്വാസി, നീ എന്തിനു ഭയപ്പെട്ടു? നിനക്ക് ഭയം വരാൻ, പേടി വരാൻ, നീ താഴാൻ കാരണം എന്താണെന്നറിയാവോ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത്? പറഞ്ഞ എന്നിലേക്ക് നോക്കി നീ നടന്നപ്പോൾ നീ താണോ? ഇല്ലല്ലോ. നീ എപ്പോഴാണ് താണത്? നീ എന്നിലേക്കുള്ള നോട്ടം വിട്ടിട്ട് ലോകത്തിലേക്ക് നോക്കിയപ്പോൾ, മനുഷ്യരിലേക്ക് നോക്കിയപ്പോൾ, വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ നീ താണു. നിന്റെ ജീവിതത്തിൽ നീ മനസ്സിലാക്കണം, ഏതെല്ലാം വിധത്തിലുള്ള അവസ്ഥകൾ നിന്നെ താഴ്ത്തിക്കെട്ടുന്ന, നൊമ്പരപ്പെടുത്തുന്ന, അപമാനിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഏതെല്ലാം സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, വ്യക്തികൾ ഉണ്ടായാലും നീ ആ വ്യക്തികളിലേക്കോ ആ സംഭവങ്ങളിലേക്കോ ആ സാഹചര്യങ്ങളിലേക്കോ അവസ്ഥയിലേക്ക് നോക്കാതെ ഇതിനെല്ലാം അനുവദിക്കുന്ന എന്നിലേക്ക് നോക്കി നിന്റെ ജീവിതം നീ മുമ്പോട്ട് പോയാൽ അവയ്ക്കൊന്നിനും നിന്നെ തൊടാനോ താഴ്ത്താനോ ബുദ്ധിമുട്ടിക്കാനോ പറ്റിയല്ല. ഇതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ എന്നെ ഏതെല്ലാം വ്യക്തികൾ അവരുടെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന, വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുന്ന ഏതെല്ലാം വാക്കുകൾ പറഞ്ഞാലും അതൊന്നും എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്താൻ പറ്റിയല്ല. എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്താൻ പറ്റണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അപ്പം ഞാൻ മുറിപ്പെടുത്താൻ പറ്റാതിരിക്കണമെങ്കിൽ ഞാൻ ഈ മുറിവ് തരുന്നവർ, താഴ്ത്തിക്കെട്ടുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ അവരൊന്നും അല്ല കാരണക്കാർ, ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ട് നോക്കണം? ഞാൻ ദൈവത്തിലേക്ക് നോക്കിയാൽ മനുഷ്യർ തരുന്ന മുറിവുകൾ മുഴുവൻ എനിക്ക് അനുഗ്രഹമാക്കി, ആരോഗ്യമാക്കി, ശക്തിയാക്കി കർത്താവ് മാറ്റും. അങ്ങനെ മാറ്റുന്ന കർത്താവിലേക്ക് നോക്കുന്നതാണ് മനസ്സിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ നിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് ഈ സംഭവത്തിലൂടെ കർത്താവ് നിനക്ക് മനസ്സിലാക്കി തരികയാണ്. മൂന്നാമത്തെ സംഭവമാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 49 വരെയുള്ള തിരുവചനം. അവിടെ യേശുവിന് 12 വയസ്സ് പ്രായമായപ്പോൾ യേശുവിനെയും കൊണ്ട് യോസേപ്പ് പിതാവും മാതാവും ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയി. തിരുനാളും അതിൻ്റെ ആഘോഷവും എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കല്യാണ ആഘോഷം, തിരുനാൾ ആഘോഷം, വ്യത്യസ്തമായ ലോകത്തിൻ്റെ ആഘോഷം ഉണ്ടാവും. ഈ ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആഘോഷങ്ങളിൽ ഈശോ നമ്മിൽ നിന്നും അകന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഈ ആഘോഷത്തിലുണ്ടോ? ഇതാ ഇവിടെ ആഘോഷം കഴിഞ്ഞ്, തിരുനാൾ കഴിഞ്ഞ് തിരിച്ചു പോന്നു. മറിയം വിചാരിച്ചു യേശു യോസേപ്പ് പിതാവിൻ്റെ കൂടെ കാണുന്നു. യോസേപ്പ് പിതാവ് വിചാരിച്ചു മറിയത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചാൽ പോരാ, ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഈശോ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതിന് പകരം മറ്റൊരാളുടെ കൂടെ കാണും എന്ന് വിചാരിച്ച് നടന്നു. ഒരു ദിവസം വിചാരിച്ച് നടന്നു. യോസേപ്പ് പിതാവിനും മാതാവിനും നമ്മളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ യേശുവിനെ പ്രസവിച്ച എനിക്ക് പോലും ഒരബദ്ധം പറ്റി, യേശുവിനെ വളർത്തിയ എനിക്ക് പോലും ഒരബദ്ധം പറ്റി. ആര് പറയുന്നു? യോസേപ്പ് പിതാവ് പറയുന്നു. എന്താണെന്നറിയാമോ? എപ്പോഴും കൂടെ ഉണ്ടായിരിക്കേണ്ട യേശു കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താതെ കാണും എന്ന് കരുതി അവർ രണ്ടുപേരും ഒരു ദിവസത്തെ
യാത്ര പിന്നിട്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത് കൂടെ ഉണ്ടായിരിക്കേണ്ടവൻ കൂടെ ഇല്ല. പിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് 3 ഇരട്ടി ഒരു ദിവസം നഷ്ടപ്പെട്ടു, 3 ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയത്. അപ്പോൾ എന്താണ് ഈ സംഭവം എനിക്ക് പറഞ്ഞു തരുന്നറിയാവോ? ഈ സംഭവം പറഞ്ഞു തരുന്നു, നീ ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ഈശോ കൂടെ കാണും എന്ന് കരുതി നടന്നാൽ പോരാ. നീ ഓരോ ദിവസവും ഉറപ്പ് വരുത്തണം. നീ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും ഈശോ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി ജീവിതം മുമ്പോട്ട് പോയാലേ നിനക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി, മനസ്സിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കൂ. മനസ്സിൽ നിറയുന്ന യേശുവിൻ്റെ സാന്നിധ്യവും ശക്തിയും നിന്നിൽ നിറയുമ്പോൾ ആ നിറയുന്നതാണ് നിന്റെ മനസ്സിൻ്റെ പൂർണ്ണമായ ആരോഗ്യം. അപ്പോൾ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ്, കൂടെ കാണും എന്ന് കരുതി നടന്നാൽ പോരാ, ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ജീവിക്കണം. ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ജീവിക്കുന്ന ജീവിതമാണ് ആത്മാവിൻ്റെ മേഖലയിൽ ആരോഗ്യം, മനസ്സിൻ്റെ മേഖലയിൽ ആരോഗ്യം, ശരീരത്തിൻ്റെ മേഖലയിലുള്ള ആരോഗ്യം, സ്വഭാവത്തിൻ്റെ മേഖലയിലുള്ള ആരോഗ്യം, ജീവിതത്തിൻ്റെ മേഖലയിലുള്ള ആരോഗ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതിനാൽ ഈ ബോധ്യം നമ്മളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഈ ബോധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി സന്തോഷപ്രദമായി ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഈ കൃപ എല്ലാ വ്യക്തികളിലും എന്നും നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണടച്ച്, കർത്താവേ, തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ദൈവിക ബോധ്യം, വചനചിന്ത, അതിലൂടെ തരുന്ന ഉറപ്പ്, അതിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.